കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഇരുന്നപ്പോൾ 2-3 പേരൊക്കെ വിവാഹം കഴിച്ചിട്ട് 5 വർഷം അല്ലെ 6 വർഷം അടുത്തായിട്ടുണ്ട്. ഞങ്ങൾ തമാശയ്ക്ക് അവരോട് ചോദിച്ചു, നമ്മുടെ സമുദായ ശാക്തീകരണ വർഷമൊക്കെ അല്ലേ, നിങ്ങൾക്ക് തന്നെ ഇതുവരെയായിട്ടും കുഞ്ഞുങ്ങളൊന്നും ആകാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: ഞങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇപ്പം വേണമെന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരില്ലാത്ത ഒരു ലൈഫാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള യുവജനങ്ങളോട് പിതാവിൻ്റെ അഭിപ്രായം എന്തുമായിരിക്കും? അവരെ ഒന്നും വിധിക്കാൻ നമ്മൾ ആളല്ല. അവരായി, അവരുടെ പാടായി, അവരുടെ തീരുമാനങ്ങളായി. പക്ഷേ അവരവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനകത്തൊരു വിവാഹബന്ധം എന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവമാണ് അവർക്ക് പിള്ളേരെ കൊടുക്കുന്നത്. കിട്ടുമ്പോൾ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞങ്ങളിതേ കല്യാണം കഴിച്ച് കൊച്ചിനെ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അവിടെ തരാനൊന്നും ആരൊന്നുമില്ല. നിങ്ങൾക്കറിയാം, 10% ദമ്പതികൾക്ക് മക്കൾ ഇല്ല. അപ്പോൾ ചിൽഡ്രൻ ആർ നോട്ട് അവർ റൈറ്റ് എന്ന് പറയാറുണ്ട്. ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗാഡ്, അല്ലേ? ദൈവത്തിൻ്റെ ദാനങ്ങളാണ് മക്കൾ, നമ്മുടെ അവകാശമല്ല. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിനേക്കാളും പാടാണ് പിള്ളേരുണ്ടാകാൻ, അല്ലേ? ഉണ്ടായില്ലെങ്കിലോ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുക, ഇതെന്നാ ഉണ്ടാകാത്ത. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ വലിയ മേനിയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം, പൈസ കൊണ്ട് ഞങ്ങളത് വിദേശ രാജ്യത്ത് പോകുന്നു, വരുന്നു, ഫ്ലൈറ്റ് കയറുന്നു, ഇറങ്ങുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മടുക്കും മക്കളെ. കാരണം ഈ മടുപ്പല്ലേ ലൈഫ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മടുപ്പാണല്ലോ. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചെയ്ത് മടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇവർക്ക് പിള്ളേരും ഇല്ല, ഒന്നുമില്ല, ഇവർക്ക് തന്നെ ഒരു വിരസതയൊക്കെ ആകും. ഇപ്പോൾ കല്യാണം കഴിക്കാനൊരു പ്രായമുണ്ട്, പിള്ളേരെ ജനിപ്പിക്കാനൊരു പ്രായമുണ്ട്, അവരെ വളർത്താനൊരു പ്രായമുണ്ട്. ഇത് നമ്മൾ തോന്നുന്ന പോലെ ഇതെല്ലാം അങ്ങ് നീട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് ഓരോന്നും ചെയ്യാനുള്ള ആവേശം നമുക്ക് കുറഞ്ഞു പോകും, അല്ലേ? വിവാഹം 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ദൈവസ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കണം, സ്നേഹവിനിമയം. ഈ ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം കണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക, അതൊരു സാക്ഷ്യമാണ്. 2, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുകയാണ്. അപ്പോഴാണ് ക്രൈസ്തവമായ വിവാഹത്തിന് പൂർണ്ണതയുണ്ടാകുന്നത്. നിങ്ങളെല്ലാം നേരത്തെ കല്യാണം കഴിക്കുകയും മിനിമം 5 പിള്ളേർക്കെങ്കിലും ജന്മം കൊടുക്കുകയും ചെയ്യണം, കേട്ടോ. എന്നാലേ ഈ ചർച്ച ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം തീരുമാനം പറയണം.